ഹായ് വെൽക്കം ടു എജുവേൾഡ് ക്ലാസ്. സോ നമ്മളിത് സൈക്കോളജി സബ്ജക്റ്റിലെ ഫോർഗെറ്റിംഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഫോർഗെറ്റിംഗ്, സോ മറവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഫോർഗെറ്റിംഗ്, എന്താണ് ഇനി ടൈപ്സ് ഓഫ് ഫോർഗെറ്റിംഗ്, ഫോർഗെറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട്. സോ അതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ് ഫോർഗെറ്റിംഗ് നോക്കാം. Forgetting is the loss of ability to recall or recognize something learned earlier. So forgetting എന്ന് പറയുന്നത് നമ്മുടെ കഴിവാണ്. നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന എന്തോ കാര്യം അല്ലെങ്കിൽ മുമ്പ് അറിയുന്ന കാര്യം നമുക്ക് തിരിച്ചത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സോ അങ്ങനെ പറ്റാതെ വരുന്ന ആ കഴിവ് നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഫോർഗെറ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ മറവി എന്ന് പറയും. മുമ്പ് നമ്മൾ പഠിച്ചൊരു കാര്യം നമുക്കത് ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ മറവി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ ടു റിവൈവ് ഇൻ കോൺഷ്യസ്നെസ് ആൻഡ് ഐഡിയ ഓർ ഗ്രൂപ്പ് ഓഫ് ഐഡിയാസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദ ഒറിജിനൽ സ്റ്റിമുലസ്. സോ മറവി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ കോൺഷ്യസ്നെസ്സിലുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. അതൊരു ഐഡിയ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐഡിയാസ് ആവാം. സോ ഒറിജിനൽ സ്റ്റിമുലസിൻ്റെ സഹായമില്ലാതെ അയാൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സോ അങ്ങനെയുള്ളൊരവസ്ഥയാണ് നമ്മൾ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസാണ് നമ്മൾ നോക്കുന്നത്. മുൻ പറഞ്ഞ ഡെഫിനിഷൻസാണ്. ഫോർഗെറ്റിംഗ് ഇസ് ദ ലോസ് പെർമനൻറ്റ് ഓർ ടെമ്പററി ഓഫ് ദ എബിലിറ്റി ടു റീകോൾ ഓർ റെക്കഗ്നൈസ് സംതിങ് ലേൺ earlier. സോ ഫോർഗെറ്റിംഗ്, മറവി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, പെർമനൻ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അത് മറന്നു പോകാം. ചിലപ്പോൾ അതെന്താണ്, ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ചിലപ്പോൾ നമുക്കൊന്ന് ഓർത്ത് നോക്കിയാൽ എടുക്കാൻ പറ്റുന്നതായിരിക്കാം. സോ ചിലപ്പോൾ അത് പെർമനൻ്റ് ആവാം, ടെമ്പററി ആയിരിക്കാം. സോ അങ്ങനെയുള്ള സംഭവം നമ്മൾ എന്ത് ചെയ്യും, എബിലിറ്റി ടു റീകോൾ ഓർ റെക്കഗ്നൈസ് സംതിങ് ലേൺ. മുമ്പ് നമ്മൾ പഠിച്ച കാര്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി വിഷനിൽ നിന്ന് മാറിപ്പോകുന്നു. സോ അതിനാണ് നമുക്കല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ഫോർഗെറ്റിംഗ് എന്നാണ് മുൻ പറയുന്നത്. സോ ഇനി അടുത്ത ഡ്രിവർ. സോ ഫോർഗെറ്റിംഗ് മീൻസ് ഫെയിലിയർ അറ്റ് എനി ടൈം ടു റീകോൾ ആൻ എക്സ്പീരിയൻസ് when attempting to do so or perform an action previously done. സോ ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ മറവി എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാൾ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം തിരിച്ച് ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്ന, അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന എന്തെങ്കിലും ആക്ഷൻസ് അല്ലെങ്കിൽ പ്രീവിയസ്ലി ചെയ്തിരുന്ന കാര്യങ്ങൾ വീണ്ടും അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ഫോർഗെറ്റിംഗ് എന്നാണ് മുൻ പറയുന്നത്. സോ അപ്പോൾ ഡെഫിനിഷൻസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഈ ഫോർഗെറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്താണ്, റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്താണ്. സോ ഇത് രണ്ടും പേരുകളുമായിട്ട് നമുക്ക് ഒന്നും ഗസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അല്ലേ. സോ അപ്പം തിയറി, ഈ ഫോർഗെറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2-3 തിയറീസ് ഉണ്ട്. സോ അപ്പോൾ അതിൽ ആദ്യത്തെ തിയറിയാണ് തിയറി ഓഫ് ഇൻ്റർഫറൻസ്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഇടപെടൽ. എന്തെങ്കിലും ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പല കാര്യങ്ങളും മറന്നു പോകാം. സോ അതാണ് തിയറി ഓഫ് ഇൻ്റർഫറൻസിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഫോർഗെറ്റിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു ഇൻ്റർഫറൻസ് വിത്ത് അതർ മെമ്മറീസ്. ദിസ് ഇൻ്റർഫറൻസ് ക്യാൻ ബി ഓഫ് 2 types. സോ ഈ തിയറി ഓഫ് ഇൻ്റർഫറൻസിൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് മറവി സംഭവിക്കുന്നത് എന്തെങ്കിലും വേറെ പ്രീവിയസ് ആയിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ്, ചിലപ്പം പഴയ മെമ്മറീസ് കാരണം അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാകുന്ന മെമ്മറീസ് കാരണം നമുക്ക് മെമ്മറീസിൻ്റെ ഇടപെടൽ കാരണം, അതിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നമുക്ക് മറന്നു പോകുന്നു. സോ അതാണ് തിയറി ഓഫ് ഇൻ്റർഫറൻസിൽ പറയുന്നത്. ഇത് തന്നെ 2 രീതിയിൽ നടക്കാം. ഈ ഇടപെടൽ 2 രീതിയിൽ സംഭവിക്കാം. അതിൽ ഒന്നാമത്തെയാണ് പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ്. അതായത് പ്രോ മീൻസ് ഫോർവേഡ്, forgetting of newly acquired information due to interference from previously learned information. സോ പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയതായിട്ടൊരു ഇൻഫർമേഷൻ നമ്മൾ പഠിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന സമയത്ത് പഴയ നമ്മൾ മുമ്പ് നേരത്തെ ഓൾറെഡി പഠിച്ചു വെച്ചിരുന്ന ഇൻഫർമേഷൻ കാരണം ഈ പുതിയ ഇൻഫർമേഷൻ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് മറന്നു പോകുന്നു. സോ അപ്പം പുതിയതായിട്ട് അക്വയർ ചെയ്യുന്ന മെമ്മറി അല്ലെങ്കിൽ പുതിയതായിട്ട് അക്വയർ ചെയ്യുന്ന നോളജ് നമ്മൾ മറന്നു പോകുന്നു. എന്തുകൊണ്ട്? പ്രീവിയസ്ലി നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ്റെ ഇടപെടൽ കാരണം അത് നമ്മൾ മറന്നു പോകുന്നു. സോ അങ്ങനെയുള്ള ഇൻ്റർഫറൻസിനെയാണ് പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ്. പ്രോ ആക്റ്റീവ് അതായത് മുൻപോട്ട് നമ്മൾ മുൻപേ പഠിക്കുന്ന കാര്യം
എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നു. അതെന്തുകൊണ്ടാണ്? പ്രീവിയസ്ലി നമുക്ക് വന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രീവിയസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാരണം അത് മറന്നു പോകണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ATMൻ്റെ പിന്ന് നമ്മൾ കുറേ വർഷമായിട്ട് ഒരു പിന്ന് തന്നെ പിൻ നമ്പർ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. പെട്ടെന്ന് നമുക്ക് ATM റിന്യൂ ചെയ്ത് പിൻ നമ്പർ മാറിയെന്ന് വിചാരിച്ചു. പിൻ നമ്പർ മാറിയെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ നമ്പർ പഠിച്ചാലും പക്ഷേ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, ഓൾഡ് പിൻ നമ്പർ തന്നെ നമുക്കത് മനസ്സിലെന്തായിരിക്കും, ബൈ ഹാർട്ടായിട്ടിരിക്കും. സോ അപ്പോൾ എന്താണ്, പുതിയതായിട്ട് നമ്മൾ പഠിച്ച ഇൻഫർമേഷൻ അവിടെ നമുക്ക് മറന്നു പോകുന്നു. എന്തുകൊണ്ട്? പ്രീവിയസ്ലി നമ്മുടെ മനസ്സിൽ ആ പിൻ നമ്പർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രീവിയസ് ഇൻഫർമേഷൻ്റെ ഇൻ്റർഫറൻസ് കാരണം പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ മറന്നു പോകുന്നു. സോ അതിനെയാണ് നമ്മൾ പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞത്, റിട്രോ എന്ന് പറയുന്നത് ബാക്ക്വേർഡ്. ഫോർഗെറ്റിംഗ് ഓഫ് പ്രീവിയസ്ലി സ്റ്റോർഡ് ഇൻഫർമേഷൻ ഡ്യൂ ടു ദ ലേണിംഗ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. സോ ഇതിവിടെ നേരെ തിരിച്ച് നമ്മൾ മുമ്പ് പഠിച്ച കാര്യം എന്ത് ചെയ്യുന്നത്, മറന്നു പോകുന്നു. പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പഴയത് മറന്നു പോകുന്നു. സോ അതിനെയാണ് നമ്മൾ റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പഴയത് മറന്നു പോകുന്നു. ഉദാഹരണം, നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ സ്പാനിഷ് ലാംഗ്വേജ് പഠിച്ചെന്ന് വിചാരിച്ചു. സോ അപ്പം അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കും, ഫ്രഞ്ച് പഠിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മുമ്പേ പഠിച്ചിരുന്ന സ്പാനിഷ് നിങ്ങൾ മറന്നു പോകുന്നു. സോ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. പുതിയ നോളജ് പഠിക്കുമ്പോൾ പഴയത് മറന്നു പോകുന്നു. സോ അതിനാണ് റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് തിയറിയാണ് ട്രേസ് ഡീക്കേ തിയറി എന്ന് പറയുന്നത്. ട്രേസ് ഡീക്കേ തിയറി അല്ലെങ്കിൽ ഇതിനെ ഡിസ്യൂസ് തിയറി. ഉപയോഗിക്കാതെ വരുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, മെമ്മറി നഷ്ടപ്പെട്ടു പോകും, ഡീക്കേ ചെയ്ത് പോകും. സോ അതിനെയാണ് നമ്മൾ ട്രേസ് ഡീക്കേ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് മറ്റൊരു പേരുണ്ട് ഡിസ്യൂസ് തിയറി. Trace decay theory proposes that learning causes change in the central nervous system, leading to the formation of memory traces, physical change in the brain due to learning. സോ ഈ ഒരു ട്രേസ് ഡീക്കേ തിയറി പ്രകാരം പറയുന്നതെന്ന് വെച്ചത്, നമ്മളൊരു പുതിയൊരു കാര്യം പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത്, ലേണിംഗ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെ ചേഞ്ചസിന് കാരണമാകും. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ചേഞ്ചസിന് കാരണമാകുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, അത് എന്തിന് കാരണമാകും, മെമ്മറി ട്രേസ് ഫോം ചെയ്യും. നമ്മുടെ ബ്രെയിനിൽ മെമ്മറിയുടെ ഓരോ ട്രേസുകൾ ഫോം ചെയ്യും. ഫിസിക്കൽ ചേഞ്ച് ഇൻ ദ ബ്രെയിൻ ഡ്യൂ ടു ലേണിംഗ്. സോ അതായത് ഫിസിക്കലി നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളിൽ എന്താണ്, ബ്രെയിനിൽ ഫിസിക്കലി ചേഞ്ചസ് വരുമെന്നാണ് പറയുന്നത്. ലേണിംഗ് അല്ലെങ്കിൽ പഠനം നടത്തുന്ന സമയത്ത് ബ്രെയിനിൽ മെമ്മറി റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളുണ്ട്. സോ മെമ്മറി ഇരിക്കുന്ന ഭാഗങ്ങളിൽ ഫിസിക്കലി ചേഞ്ചസ് വരും. എന്താണ്, പഠനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ലേണിംഗ് നടക്കുന്ന സമയത്ത്. When these memory traces are not used for a long time, they fade away, leading to forgetting. So ഈ ട്രേസസ് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു വെച്ചിരിക്കുന്നത്, അത് നമ്മുടെ മെമ്മറിയുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗത്ത്. സോ അപ്പോൾ അവിടെ എന്താണ്, ഒരു ഫിസിക്കൽ ഒരു ചേഞ്ച് വന്നു. ഇപ്പോൾ കുറേ കാലം നമ്മളത് യൂസ് ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ നോക്കാതിരിക്കുകയാണെങ്കിൽ ആ മെമ്മറീസ് എന്ത് ചെയ്യും, അത് ഫേഡ് ചെയ്ത് പോകും, അത് മാഞ്ഞ് പോകും. സോ അങ്ങനെ ഫേഡ് ചെയ്ത് അത് എന്തായി പോകും, ഫോർഗെറ്റായി, അല്ലെങ്കിൽ അത് മറവിയായിട്ട് മാറും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചിരുന്ന ആ മെമ്മറിയുടെ ട്രേസ് അവിടെ ഡീക്കേ ചെയ്ത് ഉപയോഗിക്കാതെ ഇരുന്ന് ഡിസ്യൂസ് കാരണം അത് മാഞ്ഞു പോകും അല്ലെങ്കിൽ ഫേഡ് ചെയ്ത് പോകുമെന്നാണ് ഈ ഒരു തിയറി അനുസരിച്ച് പറയുന്നത്, ട്രേസ് ഡീക്കേ തിയറിയിൽ പറയുന്നത്. Thus the underlying mechanism of their theory is use it or lose it. സോ ഈ ഒരു തിയറിയുടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, യൂസ് ഇറ്റ്, ഒന്നുകിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അതെന്താവും, നഷ്ടപ്പെട്ടു പോകും, ലൂസ് ഇറ്റ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ മെമ്മറി അല്ലെങ്കിൽ ആ പഠിച്ച കാര്യം വീണ്ടും, നമ്മൾ പറയത്തില്ലേ, പഠിച്ച കാര്യം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തറവായിട്ട് ചെയ്താലേ അത് നമ്മുടെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് മറന്നു പോകും. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് ഫേഡ് ചെയ്ത് പോകും. അതാണ് യൂസ് ഇറ്റ്. ഒന്നുകിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കളയുക, ലോസ് ഇറ്റ്. അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട് പോകും. That is, if you did not use your stored information at a regular interval of time, then you may be at the risk of losing it. So അപ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ റെഗുലർ ഇൻ്റർവെൽസിൽ അതിന് എന്തെയില്ല
അത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് മറന്നു പോകും, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു. അതാണ് പറയുന്നതല്ലേ, പഠിത്തം മാത്രം പോരാ, പഠിക്കുന്നതിൻ്റെ കൂടെ അത് റിവൈസും കൂടെ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ഫെയ്ഡ് ചെയ്ത് പോകും, നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് അത് മറന്നു പോകും. സോ അതാണ് ട്രേസ് ഡീകേ തിയറി പറയുന്നത്. സോ അല്ലെങ്കിൽ ഡിസ്യൂസ് തിയറി എന്നും പറയും. സോ ഇതാണ് സെക്കൻഡ് തിയറി. തേർഡ് വൺ, Q-dependent forgetting theory. According to this theory, forgetting can also occur due to the absence of an appropriate cue or presence of poor cue. സോ ഈ ഒരു ഫോർഗെറ്റിംഗ് തിയറി അനുസരിച്ച് ഇവിടെ നമുക്ക് മറന്നു പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് ക്യൂസ്. അതായത് കറക്റ്റ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ CUE എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്നാണ്. അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു ഇൻഫർമേഷൻ ഇല്ലാത്തത് കാരണം, പ്രസൻസ് ഓഫ് പുവർ ക്യൂ കാരണം എന്ത് ചെയ്യാം, നമുക്ക് അത് പെട്ടെന്ന് മറന്നു പോകാം. സപ്പോസ് യു വെർ ഗിവൺ എ ലിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ടു ബൈ ഫ്രം ദ മാർക്കറ്റ്. ബൈ മിസ്റ്റേക്ക് യു ലോസ്റ്റ് ദ ലിസ്റ്റ്. നൗ യു ആർ ട്രൈങ് ടു യുവർ ബെസ്റ്റ് ടു റീകോൾ ഓൾ ദ ഐറ്റംസ് ഫ്രം ദ ലിസ്റ്റ്, ബട്ട് ദർ ആർ ഗുഡ് ചാൻസസ് ദാറ്റ് യു വിൽ forget many. Studies have suggested that if subject were given a hint or clue about the category of those items, then it improved their recall. So നിങ്ങൾ ഉദാഹരണം നമുക്ക് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും എന്താകും, അത് മറന്നു പോകും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ അത് മറന്നു പോകും എന്നാണ് പറയുന്നത്. ഇത് ഉദാഹരണം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ട് പറയണം, നിങ്ങൾ മാർക്കറ്റിൽ പോയി ഇത്രയും ഗ്രോസറീസ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നു. സോ നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ ഇല്ല, ഒരു ലിസ്റ്റ് തന്ന് നിങ്ങളത് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതേ ഉള്ളൂ, പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ ഒന്നും തന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്താണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത് ഇൻഫർമേഷൻ ഇല്ല. നിങ്ങൾക്ക് തന്ന ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വായിച്ചു. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, അപ്പോൾ എന്താണ് വാങ്ങിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷനും നിങ്ങൾക്കില്ല. സോ അപ്പോൾ അവിടെ എന്താണ്, അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്യൂ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും, ഫോർഗെറ്റിംഗ്, മറവി നടക്കും. അപ്പോൾ അതേസമയം നിങ്ങളുടെ അടുത്ത് പറയണം, മെയിനായിട്ടും വീട്ടിലേക്ക് ഇന്നൊരു സാധനമാണ് എന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുവാണ്. സോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനമാണ്, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്കുള്ള സാനിറ്ററീസ് ആണ് വാങ്ങിക്കേണ്ടത് എന്നൊരു സ്പെസിഫിക് ആയിട്ടൊരു ഇൻഫർമേഷൻ അവിടെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് നിങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും, അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കും. സോ അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാതെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എവിടെ എന്ത് നടക്കത്തുള്ളൂ, മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, മറന്ന് പോകാൻ, ഫോർഗെറ്റായി പോകുമെന്നാണ് പറയുന്നത്. സോ ഇതിനെ തന്നെ Q-ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിങ്ങിനെ തന്നെ നമുക്ക് റിട്രീവൽ ഫെയിലിയർ തിയറി എന്നും പറയും. അതായത് നമുക്ക് തിരിച്ച് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, റിട്രീവ് ചെയ്ത് അല്ലെങ്കിൽ റീകോൾ ചെയ്ത് എടുക്കാൻ പറ്റാതെ വരുന്നു. സോ ഈ ഒരു തിയറി എന്താണ്, റിട്രീവൽ ഫെയിലിയർ തിയറി എന്ന് പറഞ്ഞാലും Q-ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ് തിയറി എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ റിട്രീവൽ ഫെയിലിയർ തിയറിയെ ഓൾസോ നോൺ as Q-ഡിപ്പെൻഡൻറ്റ് ഫോർഗെറ്റിംഗ്. Cues that were present at the time of learning or encoding are not present at the time when one wants to retrieve it. സോ ഇൻഫർമേഷൻ കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജല്ലേ എൻകോഡിങ്. സോ ആ എൻകോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു ക്യൂ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് ഫോർഗെറ്റായി പോകും, അത് മറന്നു പോകുമെന്നാണ് ഈ ഒരു റിട്രീവൽ തിയറി അല്ലെങ്കിൽ Q-ഡിപ്പെൻഡൻറ്റ് തിയറിയിൽ പറയുന്നത്. സോ ഇനി അടുത്ത തിയറിയാണ് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്. സോ അതായത് റിപ്രഷൻ തിയറി എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറീസിൽ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നതാണ്. സോ ഇത് ഈ ഒരു ടേം സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് റിലേഷനുണ്ട്. സോ അത് നമ്മളിനി ലാസ്റ്റ് പേഴ്സണാലിറ്റിയിൽ പറയുമ്പം ഇത് ഒരുപാട് റിപ്രഷൻ എന്താണെന്നൊക്കെ പറയും. ജസ്റ്റ് ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക. റിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നതാണ്. റിപ്രഷൻ എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് മോർബിഡ് ഫോർഗെറ്റിംഗ് ഓഫ് അൺപ്ലസൻറ്റ് ഇവൻറ്റ്സ്. മോർബിഡ് എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി നമ്മൾ വേണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും കാര്യം അൺപ്ലസൻറ്റ് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം നമ്മൾ അതിനെ മറക്കാൻ ശ്രമിക്കുന്നു. സോ അതിനെയാണ് നമ്മൾ മോർബിഡ് ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്നത്. സോ ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം മനുഷ്യർ ബോധപൂർവം അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് സപ്രസ് ചെയ്യുമെന്ന് പറയും. സോ അതിനെ നമ്മൾ റിപ്രഷൻ എന്നാണ് പറയുന്നത്. സോ ഇത് എന്താണ് റിപ്രഷൻ തിയറിയാണ്. നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം മറക്കാൻ ശ്രമിക്കുന്നു. സോ അങ്ങനെയുള്ളതിന് ആണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുന്നത്. സോ മോർബിഡ് എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ്ലി നമ്മൾ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവൻറ്റുകൾ മറക്കാൻ ശ്രമിക്കുന്നു. It is a mental process that automatically hide emotionality, threatening or anxiety, producing information in the unconscious. So ഇതൊരു മെൻ്റൽ പ്രോസസ്സാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിഷ്ടമല്ലാത്ത കാര്യം, നമുക്ക് അല്ലെങ്കിൽ ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ആൻസൈറ്റി ഉണ്ടാക്കുന്ന കാര്യം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഇൻഫർമേഷനിൽ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് തള്ളിവിടും എന്നാണ് പറയുന്നത്. സോ അങ്ങനെ അതിലോട്ട് നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം മറക്കുന്നതിന് നമ്മൾ പറയുന്നത് റിപ്രഷൻ എന്നാണ്. സോ റിപ്രഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഫോർഗെറ്റിംഗ് കർവാണ്. സോ ഫോർഗെറ്റിംഗ് കർവ് സോ ഈ ഫോർഗെറ്റിംഗ് കർവിൽ നമുക്ക് അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് കർവ് അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് സൈക്കിൾ എന്ന് പറയും. സോ ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ്. സോ ഈ ഫോർഗെറ്റിംഗ് സൈക്കിൾ എന്ന കോൺസെപ്റ്റ് എബിംഗ്ഹൗസിൻ്റെയാണ്, ഹെർമാൻ എബിംഗ്ഹൗസിൻ്റെയാണ് ഈ ഫോർഗെറ്റിംഗ് കർവ് എന്ന് അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്ന ഇത്. സോ ഇത് ഇദ്ദേഹം നടത്തിയ ഒരു തിയറി അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. കർവ് ഓഫ് ഫോർഗെറ്റിംഗ് ഇസ് എ ലൈൻ ഗ്രാഫ് പിക്ചറിങ് ദ ഡിക്ലൈൻ ഓഫ് റീറ്റെൻഷൻ വിത്ത് ലാപ്സ് ഓഫ് ടൈം. സോ ഇവിടെ എന്തൊക്കെ തമ്മിലാണ്, ഇതൊരു ലൈൻ ഗ്രാഫാണ്. ഇവിടെ നമ്മൾ റീറ്റെൻഷനും സമയം താമസിക്കുന്നതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഓർമ്മ അല്ലെങ്കിൽ മറന്നു പോകുന്നു എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്ന ഒരു ഗ്രാഫാണ്, ലൈൻ ഗ്രാഫാണ് ഫോർഗെറ്റിംഗ് കർവ് അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഫോർഗെറ്റിംഗ് ഇൻക്രീസസ് വിത്ത് ലാപ്സ് ഓഫ് ടൈം ഓർ ഇൻ അതർ വേർഡ് റീറ്റെൻഷൻ ഡിമിനിഷസ് വിത്ത് ടൈം. സോ ഫോർഗെറ്റിംഗ് അത് മറക്കുന്നത് നമുക്ക് ഒരുപാട് സമയം ലാപ്സ് ഓഫ് ടൈം സമയം കൂടുന്നതിനനുസരിച്ച് മറവി കൂടുമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ റീറ്റെൻഷൻ ഡിമിനിഷസ് വിത്ത് ടൈം. സോ നമുക്ക് തിരിച്ച് റീകോൾ ചെയ്യാനുള്ള കാര്യം എന്താണ്, നമ്മൾ സമയം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് ഈ ഒരു ഫോർഗെറ്റിംഗ് കർവിലൂടെ പറയുന്നത്. ഇറ്റ് ഓൾസോ ബി നോട്ടീസ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഫോർഗെറ്റിംഗ് ഈസ് വെരി ഇനിഷ്യലി ആൻഡ് ദെൻ ഡിമിനിഷ്ഡ് ഗ്രാജുവലി ഓവർ ടൈം. സോ ഫോർഗെറ്റിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യലി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് അതെന്ത് ചെയ്യും, കുറഞ്ഞ് പോകും. മറവി സമയം കൂടുന്നതിനനുസരിച്ച് മറവി എന്ത് ചെയ്യും, കൂടിക്കൊണ്ട് പോകും. The curve obtained on the graph paper by plotting the amount forgotten as a function of time is named as curve of forgetting. സോ ഇവിടെ എന്താണ്, ഒരു കർവ് ഫോം ചെയ്യുന്നുണ്ട് ഗ്രാഫ് പേപ്പറിൽ. നമ്മൾ ഫോർഗെറ്റൻ ഒരു റീറ്റെൻഷൻ അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് സമയവും അതുപോലെ തന്നെ സമയവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു കർവ് രൂപത്തിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് ഡിക്ലൈൻ ചെയ്ത് പോകും. ഫസ്റ്റ് എന്താണ്, കർവ് ഷോസ് എ റാപ്പിഡ് ഫോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലേണിംഗ്. നമ്മൾ പഠിച്ച് ഫസ്റ്റ് എന്താണ്, ഒരു ലേണിംഗ് സമയത്തൊരു ഉയർച്ച കാണും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, റാപ്പിഡായിട്ടിങ്ങനെ ഗ്രാജുവലായിട്ടിങ്ങനെ പോകും. സോ സമയം കുറയുന്നതിനനുസരിച്ച് ഇതെന്താ ചെയ്ത് പോകും, ടൈം ഇൻ്റർവെല്ലിൽ കൂടുന്നതനുസരിച്ച് ഈ കർവ് ഫ്ലാറ്റൻ ചെയ്ത് പോകും. അതായത് മെമ്മറി അല്ലെങ്കിൽ ഫോർഗെറ്റായിട്ട് പോകും. സോ അതാണ് ഈ ഒരു ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. ഇനി ഇത് ഹെർമൻ എബിംഗൻസിൻ്റെയാണ് ഈ ഒരു തിയറി. ദ ഫസ്റ്റ് സിസ്റ്റമിക് അറ്റംപ്റ്റ് ടു സ്റ്റഡി ദ ഫിനോമിനൻ ഓഫ് ഫോർഗെറ്റിംഗ് വാസ് ഡൺ ഇൻ 1885 ബൈ ഹെർമൻ എബിംഗസ്, എ ജർമ്മൻ സൈക്കോളജിസ്റ്റ്. സോ ഫോർഗെറ്റിംഗ് കർവ് അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ഹെർമൻ എബിംഗസിൻ്റെ ആണ്. ഇനി ഇവിടെ എന്താണ് നോക്കുന്നത്, ഫോർഗെറ്റും അതുപോലെ ടൈം സമയം കൂടുന്നതിനനുസരിച്ച് ഫോർഗെറ്റ് അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യാനുള്ള ഇത് കുറയുമെന്നാണ് ഈ ഒരു ഇതിലൂടെ പറയുന്നത്.
ഇതാണ് ഒരു എബിംഗ്ഹസിൻ്റെ ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. അതെ, ഇമ്മീഡിയറ്റ് റീകോൾ. സോ ആദ്യം എന്താണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ഓർമ്മ കാണും, അത് കഴിയുമ്പോഴത്തേക്ക് സഡനായിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞ് അതൊരു ഫ്ലാറ്റ്, പിന്നീട് അത് നമ്മൾ സമയം കൂടുന്നതിനനുസരിച്ച് അത് ഫ്ലാറ്റായിട്ട് പോകും, നമ്മൾ അതായത് മറന്നു പോകും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ തിയറീസ്. നമുക്കിനി അടുത്ത ടൈപ്സ് എന്താണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഫോർഗെറ്റിംഗ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള മറവികളുണ്ടെന്ന് നോക്കാം. നാച്ചുറൽ ഫോർഗെറ്റിംഗ് ഉണ്ട്. നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് ഫോർഗെറ്റിംഗ് ഒക്കേഴ്സ് വിത്ത് ദ ലാപ്സ് ഓഫ് ടൈം ഇൻ എ ക്വയറ്റ് നോർമൽ വേ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് ഫോർഗെറ്റിംഗ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ. നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്ന കാര്യം, നമ്മളൊരു പ്രത്യേകിച്ചൊരു ഇൻറ്റൻഷനും വെക്കാതെ അത് നോർമലായിട്ടത് നാച്ചുറലായിട്ട് അത് തന്നെ പോകും. നമ്മളല്ലാതെ വേണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല. നമ്മൾ കുറേ കാലം ഒരുപാട് ലാപ്സ് ഓഫ് ടൈം, ഒരുപാട് സമയം നമ്മളത് റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും റീസൺ, അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാത്തത് കൊണ്ടോ, സമയം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിരിക്കാം. സോ അത് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറലായിട്ട് അത് മറന്നു പോകും. സോ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയും. ഇവിടെ ഇൻഡിവിജ്വൽ എന്താണ്, ഇൻറ്റൻഷ്യലി മറക്കുകയല്ല, സമയം കൂടുന്നതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലി അത് മറന്നു പോകുന്നു. സോ അങ്ങനെയുള്ള മറവിയെ നമ്മൾ പറയുന്നത് നാച്ചുറൽ ഫോർഗെറ്റിംഗ്. ഇനി അടുത്തത് മോർബിഡ് ഓർ അബ്നോർമൽ ഫോർഗെറ്റിംഗ് എന്ന് പറയും. മോർബിഡ് അല്ലെങ്കിൽ അബ്നോർമൽ അല്ലെങ്കിൽ ആക്റ്റീവ് എന്നും പറയും. എന്താണ് ആക്റ്റീവ് ഓർ മോർബിഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയും. സോ ഇവിടെ മോർബിഡ് എന്ന് പറയുന്നത് നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മൾ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നമ്മളത് വേണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം അത് മറന്നു കളയുന്നു. സോ അതാണ് മോർബിഡ് അല്ലെങ്കിൽ അബ്നോർമൽ ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ ആക്റ്റീവ് ഫോർഗെറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഇൻ മോർബിഡ് ഓർ അബ്നോർമൽ ഫോർഗെറ്റിംഗ് വൺ ഡെലിബറേറ്റ്ലി ട്രൈസ് ടു ഫോർഗെറ്റ് സംതിങ്. വേണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം അത് ബോധപൂർവ്വം അത് മറന്നു കളയുന്നു. സോ അതിനെയാണ് നമ്മൾ മോർബിഡ് അല്ലെങ്കിൽ അബ്നോർമൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ് സഫേഴ്സ് എ ടോട്ടൽ ലോസ് ഇൻ വൺസ് റീകോൾസ് ഓഫ് സം പ്രീവിയസ് ലേണിംഗ്. സോ ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് സഫേഴ്സ് എ ടോട്ടൽ ലോസ് ഇൻ, സോ മൊത്തത്തിൽ ഒരു ഏതെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലേണിങ് മൊത്തത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റീകോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. ജനറലായിട്ട് ഉള്ള കാര്യങ്ങൾ റീകോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെയുള്ളതിനാണ് ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. സോ ഇതിൽ വേണ്ട പാസീവ് നാച്ചുറൽ ഫോർഗെറ്റിങ്ങിനെ നമ്മൾ പാസീവ് എന്നും പറയും. ഇവിടെ ഇൻറ്റൻഷനൊന്നുമില്ല, പാസീവായിട്ട് ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്തുനിന്ന് ഇൻറ്റൻഷനൊന്നും ഇല്ലാതെ തന്നെ അത് മറന്നു പോകുന്നു. അതെന്തുകൊണ്ടായിരിക്കാം, ടൈം ലാപ്സ്, സമയം ഒരുപാടാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് അത് നമ്മൾ നാച്ചുറലി അത് മറന്നു പോകുന്നു. സോ ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മോർബിഡ് ആകുമ്പോഴത്തേക്ക് ഇതിവിടെ മനഃപൂർവ്വം ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു, മറക്കാൻ ശ്രമിക്കുന്നു. സോ അതിനെയാണ് ഡെലിബറേറ്റ് അല്ലെങ്കിൽ മോർബിഡ് അല്ലെങ്കിൽ ആക്റ്റീവ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്പെസിഫിക് ഫോർഗെറ്റ്ഫുൾനെസ്. ദ ഇൻഡിവിജ്വൽ ഫോർഗെറ്റ്സ് ഓൺലി വൺ ഓർ ദ അതർ സ്പെസിഫിക് പാർട്ട് ഓഫ് ഹിസ് ഏർലിയർ ലേണിംഗ്. സോ ഇവിടെ സ്പെസിഫിക് ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അവർ പഠിച്ച ഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രം, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് പറയുന്ന ഏതെങ്കിലും ഒരു ഏരിയ മാത്രം മറന്നു പോകുന്നു. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക് പാർട്സ്, പഠിച്ചതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയ മാത്രം മറന്നു പോകുന്നു. സോ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ഓർ ഓർഗാനിക് ഫോർഗെറ്റിംഗ്. എ പേഴ്സൺ ലോസസ് ഹിസ് മെമ്മറി ഓൺ അക്കൗണ്ട് ഓഫ് ദ ഫാക്ടർ ഓഫ് ഏജ്, ഡിസീസ്, ബയോളജിക്കൽ മാൽഫങ്ഷനിങ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം, ആക്സിഡൻറ്റ്, കൺസപ്ഷൻ ഓഫ് ലിക്കർ ഓർ അതർ ഇൻടോക്സിക്കേറ്റിംഗ് മെറ്റീരിയൽ. സോ ഫിസിക്കലി അല്ലെങ്കിൽ ഓർഗാനിക് ഫോർഗെറ്റിംഗ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഫിസിക്കലി വരുന്ന ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട്, അതായത് വയസ്സ് കൂടുന്നതിനനുസരിച്ച് മെമ്മറി ലോസ് ആവാറുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ അതിൽ ഒരുപാട് അൽഷിമേഴ്സ്, ഷിസോഫീനിയ, അതുപോലെയുള്ള മെമ്മറി ലോസ് ആകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഏജ് കൂടുന്നതിനനുസരിച്ച് അങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ, അല്ലെങ്കിൽ ഏജിൻ്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അസുഖങ്ങൾ കാരണം മെമ്മറി ലോസ് ആവാം. അതല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ബയോളജിക്കൽ മാൽഫങ്ഷനിങ് കാരണം ബ്രെയിനിൽ അല്ലെങ്കിൽ മെമ്മറി ലോസ് ആകാം. അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച് നമ്മുടെ മെമ്മറി ഫുള്ള് ലോസ് ആവാം. പിന്നെ അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള മദ്യപാനമോ അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതോ കാരണം മെമ്മറി ലോസായി പോകാം. സോ ഇത് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫിസിക്കൽ അല്ലെങ്കിൽ ഓർഗാനിക് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്.
അടുത്ത സൈക്കോളജിക്കൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് മെമ്മറി ഒക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് സ്ട്രെസ്സസ്, ആൻസൈറ്റി, കോൺഫ്ലിക്റ്റ്, ടെമ്പർ പ്രൊവോക്കേഷൻ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, എവേഷൻ, എപ്പത്തി, റിപ്രഷൻ ഓർ സിമിലർ അതർ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലം. സൈക്കോളജിക്കൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി ചില കാരണങ്ങൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കാരണം, അതായത് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ, ആൻസൈറ്റി ഉണ്ടെങ്കിൽ, ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ടെമ്പർ പ്രൊവോക്കേഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കാരണം നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുന്നു. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ സൈക്കോളജിക്കൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ടൈപ്സ്. ഇനി നമുക്ക് കോസസ്. ഇത് ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ മറവിക്ക് കാരണം എന്തൊക്കെയായിരിക്കാമെന്നാണ് നോക്കുന്നത്. ഇൻഎഡിക്കേറ്റ് ഇംപ്രഷൻ അറ്റ് ദ ടൈം ഓഫ് ലേണിംഗ്. സോ നമുക്ക് ആദ്യം ക്യൂ ഡിപ്പെൻഡൻറ്റ് പറഞ്ഞില്ലേ, പ്രോപ്പറായിട്ടുള്ള നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്യൂസ് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് മറന്നു പോകാം. ഇൻഎഡിക്കേറ്റ് ഇംപ്രഷൻ അറ്റ് ദ ടൈം ഓഫ്, പഠിക്കുന്ന സമയത്ത് അതിന് ആവശ്യമായിട്ടുള്ള ഇംപ്രഷൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് അതെന്ത് ചെയ്യാം, മറന്നു പോകാം. പിന്നെ അതുപോലെ ലാപ്സ് ഓഫ് ടൈം ഒരുപാട് കൂടുന്നതനുസരിച്ച് മറവി കൂടും. ഇൻ്റർഫറൻസ് ഓഫ് അസോസിയേഷൻ, ഇൻ്റർഫറൻസ് ഇടപെടൽ, എന്തെങ്കിലും ഇതിൻ്റെ ഇടപെടൽ, അത് പ്രോആക്റ്റീവ് ഇൻഹിബിഷനും ആവാം, റിട്രോആക്റ്റീവ് ആവാം. സോ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റിപ്രഷനും പറഞ്ഞ് നമ്മൾ ബോധപൂർവ്വം അത് മറന്നു കളയുന്നു. പിന്നെ അതുപോലെ റൈസ് ഓഫ് ഇമോഷൻസ്, നമുക്ക് ഇമോഷൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും മറന്നു പോകാം. ഓൾട്ടറേഷൻ ഓഫ് സ്റ്റിമുലസ് കണ്ടീഷൻ ഓൾട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ മാറുന്നതിനനുസരിച്ച് ഫോർഗെറ്റിംഗ് നടക്കാം. പുവർ ഹെൽത്ത് ആൻഡ് ഡിഫക്റ്റീവ് മെൻ്റൽ സ്റ്റേറ്റ്, ഹെൽത്ത് കുറവുള്ളവർക്ക്, അതുപോലെ മെൻ്റൽ സ്റ്റേറ്റസിൽ ഡിഫക്റ്റീവ് ഉള്ളവർക്ക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഫോർഗെറ്റിംഗ് വരാം. അതുപോലെ ഏജ് കൂടുന്നതനുസരിച്ച് ഫോർഗെറ്റിംഗ് വരാം. ഡിസീസ്, ആക്സിഡൻറ്റ്, ബയോളജിക്കൽ മാൽഫങ്ഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം. സോ ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് മറവി വരാം. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഡാഷ് ഇസ് ദ ലോസ് ഓഫ് ദ എബിലിറ്റി ടു റീകോൾ ഓർ റെക്കഗ്നൈസ് സംതിങ് ലേൺഡ് ഏർലിയർ. സോ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യം ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയെ നമ്മൾ പറയുന്നത് ഫോർഗെറ്റിംഗ് ആണ്. സോ ഓപ്ഷൻ ബി ഫോർഗെറ്റിംഗ് ആണ്. സെക്കൻഡ് വൺ, ഫോർഗെറ്റിംഗ് ഓഫ് ന്യൂലി അക്വയർഡ് ഇൻഫർമേഷൻ ഡ്യൂ ടു ഇൻ്റർഫറൻസ് ഫ്രം പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ. സോ നമ്മൾ പുതിയതായിട്ട് പഠിച്ച ഇൻഫർമേഷൻ നമ്മൾ മറന്നു പോകുന്നു. എന്തുകൊണ്ടാണ്? മുമ്പ് പഠിച്ച കാര്യം ഇടപെടുന്നത് കാരണം പുതിയതായിട്ട് പഠിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നു. സോ അത് പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി തേർഡ് വൺ, ഫോർഗെറ്റിംഗ് പ്രീവിയസ്ലി സ്റ്റോർഡ് ഇൻഫർമേഷൻ ഡ്യൂ ടു ലേണിംഗ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. സോ പുതിയത് പഠിക്കുന്നത് കൊണ്ട് പഴയത് മറന്നു പോകുന്നു. സോ അതിന് നമ്മൾ റിട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ എ. ഇനി ഫോർത്ത് വൺ, ഡാഷ് ഓൾസോ നോൺ ആസ് ഡിസ്യൂസ് തിയറി എന്ന് പറയുന്നത് ട്രേസ് ഡീകേ തിയറിയാണ് നമ്മൾ ഡിസ്യൂസ് തിയറി എന്നും പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ്. ഇനി റിട്രീവൽ ഫെയിലിയർ തിയറി എന്നറിയപ്പെടുന്നത് ക്യൂ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഡിപ്പെൻഡൻറ്റ്, അതിനെയാണ് നമ്മൾ റിട്രീവൽ ഫെയിലിയർ തിയറി എന്നും അറിയപ്പെടുന്നത്. ഇനി ഇറ്റ് ഈസ് മോർബിഡ് അല്ലെങ്കിൽ ഡെലിബറേറ്റ് ഫോർഗെറ്റിംഗ് ഓഫ് അൺപ്ലസൻറ്റ് ഇവൻറ്റ്. സോ മോർബിഡ് അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സിൽ മറക്കുന്നതിന് നമ്മൾ പറയുന്നത് ക്യൂ ഡിപ്പെൻഡ് അല്ല, ട്രേസ് ഡിപ്പെൻഡ് അല്ല. സോ ആക്ച്വലി ഇതിൻ്റെ ആൻസർ വരുന്നത് നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത്, സോ ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് റിപ്രഷൻ വന്നാലും ആൻസർ വരും, അതല്ലെങ്കിൽ ആക്റ്റീവ് ഫോർഗെറ്റിങ് അല്ലെങ്കിൽ മോർബിഡ് ഫോർഗെറ്റിങ് ഇത് വരാം. സോ ഇതിൽ മൂന്നും എന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല. സോ അപ്പം നണ്ണാണ് ആൻസർ വരുന്നത്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ 16ൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് മോർബിഡ് എന്ന്, അല്ലെങ്കിൽ ആക്റ്റീവ് ഫോർഗെറ്റിംഗ് ആവാം, അല്ലെങ്കിൽ റിപ്രഷനും ആവാം. ഇനി സെവൻത്ത് വൺ, ഫോർഗെറ്റിംഗ് ഒക്കേഴ്സ് വിത്ത് എ ലാപ്സ് ഓഫ് ടൈം ഇൻ എ ക്വയറ്റ് നോർമൽ വേ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് ഫോർഗെറ്റിംഗ് ഓൺ ദ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ വിചാരിക്കാതെ സമയം കൂടുന്നതിനനുസരിച്ച് നോർമലി മറന്നു പോകുന്നതിന്, ഇൻറ്റൻഷൻ ഒന്നുമില്ലാതെ മറന്നു പോകുന്നതിന് നമ്മൾ പറയുന്നത് നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്നാണ്. സോ ഓപ്ഷൻ എ. ഇനി എയ്ത്ത് വൺ ഡെലിബറേറ്റ്ലി ട്രൈസ് ടു ഫോർഗെറ്റ് സംതിങ്, വേണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു, മറന്നു കളയുന്നു. സോ മറക്കാൻ ശ്രമിക്കുന്നു. സോ അതിന് നമ്മൾ പറയുന്നത് ഓപ്ഷൻ എ മോർബിഡ് ആക്റ്റീവ്. സോ രണ്ടും കറക്റ്റ് ആണല്ലേ. സോ അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത് ആണ് ആൻസർ വരുന്നത്. In 9, loss of memory occurs on psychological factors like stress, anxiety, conflicts, etc.
സോ അത് സൈക്കോളജിക്കൽ ഫോർഗെറ്റിംഗ് ആണ്. സോ ഓപ്ഷൻ എ. ഇനി എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് എ കോസ് ഓഫ് ഫോർഗെറ്റിംഗ്. ഫോർഗെറ്റിങ്ങിന് കാരണമായതൊക്കെയാണ് ലാപ്സ് ഓഫ് ടൈം കാരണമാണ്, റിപ്രഷൻ, ഡിസീസ്. സോ ഓളാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.